നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഏകദേശം 10 പേജോ 20 പേജോ ഉള്ള ഡോക്യുമെന്റ് ആണത്. അത് ഫുള്ളായിട്ട് വായിക്കാനുള്ള ടൈം നമുക്കില്ല. എന്നാൽ നമുക്കതിനെ ബേസ് ചെയ്ത് ഒരു സ്ലൈഡ് ഉണ്ടാക്കണം പ്രസന്റ് ചെയ്യാൻ പറ്റിയ. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഒരു ഇൻഫോഗ്രാഫിക് ജനറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് ചുരുങ്ങിയതോ അല്ലെങ്കിൽ കുറച്ച് ടൈമുള്ളതോ ആയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? അതിന് പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ പിസിയിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ്. മൊബൈൽ ഫോണിൽ നമുക്ക് ആപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യാം. നമുക്കിപ്പോൾ പിസിയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നോട്ട്ബുക്ക് എൽഎം എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ. നോട്ട്ബുക്ക് എൽഎം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ കയറി വരുന്നത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും. അതിൽ ട്രൈ നോട്ട്ബുക്ക് എൽഎം എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഞാൻ ഇതിലേക്ക് എൻ്റർ ആയത്. ഒരു പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷനോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് കടന്നു വരും. ഇതിൽ 4 ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്ലോഡ് ഫയൽസ്, വെബ്സൈറ്റ്സ്, യൂട്യൂബ് ലിങ്ക്, അതുപോലെ തന്നെ ഡ്രൈവ്, കോപ്പി ടെക്സ്റ്റ്. ഇതിൽ അപ്ലോഡ് ഫയൽസിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് വെബ്സൈറ്റും അതുപോലെ തന്നെ യൂട്യൂബ് ലിങ്കും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കോപ്പിയുടെ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതും കൂടെ പേസ്റ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ അപ്ലോഡ് ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു വാട്ടർ ആൻഡ് റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അത് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മളുടെ ഡോക്യുമെന്റിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിവരണം ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സൈഡിൽ ഈ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടോ. ഇതിന്റെ തൊട്ടടിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓഡിയോ ഓവർവ്യൂ, സ്ലൈഡ് ഡെക്ക്, വീഡിയോ ഓവർവ്യൂ, മൈൻഡ് മാപ്പ്, റിപ്പോർട്ട്സ്, ഫ്ലാഷ് കാർഡ്സ്, ക്വിസ്, ഇൻഫോഗ്രാഫിക്, ഡാറ്റ ടേബിൾ. ഇവിടെ നമ്മൾ കുറച്ച് ആദ്യം തന്നെ ഓഡിയോ റിവ്യൂ എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വീഡിയോ ഓവർവ്യൂ എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഓവർവ്യൂ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെപ്പറേറ്റ് പ്രോംപ്റ്റ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ സോഴ്സ് എന്നുള്ളിടത്ത് ഞാൻ സോഴ്സ് ഇപ്പോൾ ഓൾറെഡി ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് ആ ഡോക്യുമെൻ്റ് അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇൻ കേസ് മറ്റുള്ള റിസോഴ്സുകളോട് അതായത് യൂട്യൂബ് ലിങ്ക് അതുപോലെ തന്നെ മറ്റുള്ള ഫയൽസ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ സോഴ്സിൻ്റെ അടുത്ത് സെലക്ട് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഞാൻ അവിടെ ഷോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ്റെ എക്സ്പ്ലെയിനർ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടും ഷോർട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എക്സ്പ്ലെയിനർ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യണത്. അതിനുശേഷം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ തൊട്ട് താഴെ തന്നെ ഞാൻ റിപ്പോർട്ട് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് ഒരുപാട് റിപ്പോർട്ട് ഏതൊക്കെ ടൈപ്പിലുള്ള റിപ്പോർട്ടാണ് ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കാണാം. ഇവിടെ ഞാൻ ബ്ലോഗ് പോസ്റ്റ് എന്നുള്ള ആ ഒരു ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിന് തൊട്ട് താഴത്ത് ക്വിസ് കാണാം. അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻഫോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ലൈഡ് ഡെക്ക് സ്ലൈഡുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ക്ലിക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ ജനറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോ, സ്ലൈഡുകൾ അതുപോലെ തന്നെ ഓഡിയോ റിവ്യൂ ഇതൊക്കെ ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്ലൈഡുകളാണ്. സ്ലൈഡുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കോലത്തിൽ ചിത്രങ്ങളും അതുപോലെ തന്നെ ഗ്രാഫ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വളരെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ സ്ലൈഡുകൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻഫോഗ്രാഫിക്കിലേക്ക് വരാം. ഒരു സിംഗിൾ ഇമേജിൽ ആ ഒരു PDF നമ്മൾ കൊടുത്ത ആ ഒരു ഇൻപുട്ടിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മൊത്തത്തിൽ നമുക്കൊരു ഇമേജ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 8 മിനിറ്റ് ഉള്ള വീഡിയോ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നത്. അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Welcome to this explainer. You know, water is literally the foundation of life, but in India it sits right at the center of a massive, unprecedented ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഫുള്ള് ഇമേജസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഉള്ളൊരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ബ്ലോഗ് സ്പോട്ടാണ്. നമ്മൾ ഓൾറെഡി അത് നേരത്തെ കൊടുക്കുന്ന സമയത്ത് ആഡ് ചെയ്തിരുന്നു. ബ്ലോഗ് സ്പോട്ടിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യാനോ അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയോ റിവ്യൂ ആണ്. ഓഡിയോ റിവ്യൂ ഒരു പോഡ്കാസ്റ്റ് രീതിയിലാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് പോലെ ഫുള്ളി ഏകദേശം ഈ 19 മിനിറ്റോളം ആ ഒരു ഓഡിയോ റിവ്യൂ ഉണ്ട്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ടർ ക്വിസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ 12ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൊബൈൽ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിലെ ഈ ചാനൽ തന്നെ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരാം.